കഴിഞ്ഞ ദിവസം ഒരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് വന്നിരുന്നു. ആൾക്ക് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. നല്ല ഐഡിയാസൊക്കെ ഉണ്ട്. പക്ഷേ ഈ ബിസിനസ്സിനെ പറ്റിയിട്ട് ചിന്തിക്കുമ്പോൾ ആളുടെ മൈൻഡിൽ വരുന്നത് ഈ ബിസിനസ് ഫെയിലാവുമോ എന്നുള്ള പേടിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആളുടെ അടുത്തൊന്ന് ചോദിച്ചു, ഈ ബിസിനസ് ഫെയിലാവും എന്നുള്ളതിന് എന്ത് എവിഡൻസാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ അതിന് എന്ത് സാധ്യതയാണുള്ളത്? അപ്പോൾ ആൾ ജസ്റ്റ് ഒരു 2 എവിഡൻസ് പറഞ്ഞു. പിന്നെ ഞാൻ തിരിച്ചു ചോദിച്ചു, ഈ ബിസിനസ് നിങ്ങളെ കൊണ്ട് സക്സസ് ആക്കാൻ പറ്റും എന്നുള്ളതിന് എന്തൊക്കെ എവിഡൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ സാധ്യത ഉണ്ട്? അപ്പോഴാണ് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയത്. ആള് 2 മണിക്കൂർ നിർത്താണ്ട് സംസാരിച്ചു ഈ ബിസിനസ് സക്സസ് ആവുന്നുള്ള സാധ്യതകളെ പറ്റിയിട്ട്. പിന്നെ ഞാൻ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ബിസിനസ് ഫെയിൽ ആവുന്നുള്ളത്? ആൾ ജസ്റ്റ് ഒന്ന് സ്റ്റക്കായി. എന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു സ്മൈലും. അപ്പോഴാണ് ആൾക്ക് കാര്യം ബോധ്യപ്പെട്ടത്. സക്സസ് ആവാൻ അത്രയും സാധ്യതകൾ ഉണ്ടായിട്ടും ഫെയിലാകാനുള്ള ഈ 2 റീസൺസാണ് അയാളെ സ്റ്റക്കാക്കിയത്. ബിക്കോസ് നമ്മളെ മൈൻഡ് അങ്ങനെയാണ്. സാധ്യതകൾ ഒരുപാടുണ്ടെങ്കിൽ കൂടി നെഗറ്റീവ്സിലോട്ടായിരിക്കും നമ്മളെ മൈൻഡ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഒന്ന് മാറി ചിന്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, നമ്മുടെ ചിന്തകളൊന്ന് റീഫ്രെയിം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഇത് ഒറ്റയ്ക്ക് പറ്റിയെന്ന് വരില്ല. ബിക്കോസ് നമ്മുടെ കാര്യം വരുമ്പോൾ നമ്മൾ ഇമോഷണൽ ആവും, നമ്മൾ നെഗറ്റീവ് ആവും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ കഴിവുകളെ പറ്റിയിട്ട്, നമ്മുടെ സാധ്യതകളെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കി തരാൻ പുറമേ നിന്ന് വേറൊരാളുടെ ഹെൽപ്പ് വേണ്ടിയിരുന്നുള്ളതാണ്. ഒരു തെറാപ്യൂട്ടിക് സെറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് വർക്കാവുന്നുള്ളതാണ്.